നിങ്ങളുടെ മനസ്സിൽ ഈ ലോകം നന്നാവുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ചിന്തിക്കുന്നതെന്ന് ഒന്ന് നോക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ വെറും ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിട്ട് കുറച്ച് നേരം ഇരിക്കുമോ? നിങ്ങൾ വലിയ ആളല്ലായിരിക്കും, പക്ഷെ ഒന്നും അല്ലാതെ വെറും വിദ്യാർത്ഥികളാകുക. ഞാനൊരു വാക്ക് പറയും, തൊട്ടടുത്ത വാക്ക് നിങ്ങൾ മനസ്സ് തോന്നുന്ന വിളിച്ചു പറയണം. പറയോ? ഞാൻ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്ക് മനസ്സ് തോന്നുന്ന വിളിച്ചു പറയോ? റെഡിയാണോ? പറയട്ടെ. ഒരു കാലത്തും നന്നാവില്ല, ഗുണം പിടിക്കൂല. വേണ്ട, ഒരു കാലത്തും നന്നാവില്ല, ഗുണം പിടിക്കൂല, അല്ലേ? അപ്പൊ നിങ്ങളെ മനസ്സിൽ നെഗറ്റീവോ പോസിറ്റീവോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തൂല എന്നാണ്. ഒരു കാലത്തും മറ്റേ കാലത്തൂല. അപ്പൊ ഒരു കാലത്തും എന്ന വാക്കിന്റെ അർത്ഥം നിശ്ചയിക്കുന്നത് തൊട്ടടുത്ത വാക്കല്ലേ? തൊട്ടടുത്ത വാക്കല്ലേ? അപ്പൊ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട സ്ഥലം മാറുമ്പോ അർത്ഥം മാറൂലേ? മാറൂലേ? ചിന്താന്നെഴുതി, ചിന്താന്നെഴുതിയിട്ട് വള്ളിയിടുന്ന അക്ഷരം മാറിപ്പോയ അർത്ഥം മാറിയില്ലേ? വള്ളിയിടുന്ന അക്ഷരം മാറിയ അർത്ഥം മാറി. ആ അർത്ഥം മാറി വള്ളിയിട്ടതിൻ്റെ ദുരന്തം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളിയായ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിമോചന പ്രവർത്തകയുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട്. അവരുടെ പേര് ദയാഭായി എന്നാണ്. കേട്ടിട്ടുണ്ടോ? സ്ത്രീകളാരും കേട്ടിട്ടില്ല? ദയാഭായി. അവര് കാസർഗോഡുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം കിടന്ന വാർത്ത നിങ്ങൾ വായിച്ചോ? ആ വാർത്ത വരുമ്പോൾ ഞാൻ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും കുട്ടികളുടെയും എല്ലാം, കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാം പ്രൊഫൈൽ നോക്കി, ഫേസ്ബുക്ക് നോക്കി, വാട്സപ്പ് നോക്കി, എല്ലാറ്റിലും ഒന്നിൽ പോലും ദയാഭായിയെ പറ്റി ഒരക്ഷരമില്ല, ഒരു കമൻ്റ് ഇല്ല, ഒരഭിപ്രായമില്ല, ആരും പറഞ്ഞില്ല. കാരണം അവർ നല്ല ചിന്തയുള്ള സ്ത്രീയാണ്, ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയാണ്. അവരെ മൈൻഡ് ചെയ്തില്ല കേരളത്തിലെ യുവാക്കൾ. ഒരു ചെറുപ്പക്കാരൻ അവരുടെ ബാഗും 17,000 ഉറുപ്പിയും പാസ്പോർട്ടെല്ലാം വെച്ച ബാഗ് എടുത്തിട്ട് ഓടിക്കളഞ്ഞു. അവരിപ്പം ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് നടക്കുക. മന്ത്രിമാർ പോയി ഇടപെട്ട് അവരുടെ പ്രശ്നം തീർത്തു. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്ന അതല്ല. 2 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ കൊച്ചിയിൽ വന്നു. ആ സ്ത്രീയെ കാണാൻ വേണ്ടി കേരളത്തിലെ 2 ലക്ഷം ചെറുപ്പക്കാർ വണ്ടി പിടിച്ചിട്ട് അവിടെ വന്നു. അവരുടെ ചിന്തയുടെ ഒരു തെല്ല് ഒരു മാധ്യമത്തിലോ ലേഖനത്തിലോ ചാനലിലോ ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ പിന്നെ എന്തെന്ന് കാണാനാ പോയെ? ചിന്തേന്റെ അക്ഷരം മാറ്റിയിട്ടിട്ട് കുലുക്കി നൃത്തം ചെയ്യുന്ന സണ്ണി ലിയോണിനെ കാണാനാ പോയെ. അപ്പൊ കേരളത്തിലെ ചെറുപ്പക്കാർ ചിന്തക്കാണോ ചന്തിക്കാണോ പ്രാധാന്യം കൊടുക്കുന്ന? നിങ്ങൾ ആലോചിക്കുക. ഇതാ വിഷയം. വെക്കേണ്ട സാധനം വെക്കേണ്ടടുത്ത് വെക്കണം. പണ്ടെല്ലാം ഉദ്ഘാടന മഹാമഹങ്ങൾക്കെല്ലാം മന്ത്രിമാരെ വിളിക്കും, വീഡിയോ ഉദ്ഘാടനത്തിന് മറ്റതിനൊക്കെ, അല്ലേ? അത് പോയിട്ട് പിന്നെ സിനിമാ നടന്മാരെ വിളിച്ചു, സാംസ്കാരിക നായകന്മാരെ വിളിച്ചു. ഇപ്പൊ ഒന്നിനും മന്ത്രിമാരെ വിളിക്കുന്നില്ല, ഒരു സിനിമാ നടനെയും വേറെ ആരെയും വിളിക്കുന്നില്ല. വിളിക്കുന്നതല്ല ഒറ്റൊരു പെണ്ണുങ്ങളെയാ. എന്തുകൊണ്ടാ പെണ്ണുങ്ങളെ വിളിക്കുന്നത്? അവർക്ക് ചിന്തേന്റെ വള്ളി മാറിയത് കൂടുതലുണ്ട്. എന്തുവാ അവര് ഫോക്കസ്? ക്യാമറക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മുഖത്തെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ എവിടത്തേക്കാ നമ്മുടെ സംസ്കാരം പോകുന്നത്? ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശരീര കേന്ദ്രീകൃതമായി വളർത്തിയെടുക്കുന്ന സംസ്കാരമാണ് മാലിന്യം. ഇത്ര ഹരിത കർമ്മസേനക്കാർ പോയിട്ടും, ഇത്ര പഞ്ചായത്ത് പണം ചെലവാക്കിയിട്ടും, ഇത്ര ശുചീകരണ മഹാമഹങ്ങൾ നടത്തിയിട്ടും, ഇത്ര മഹാത്മാഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ മഴ വഴിയുമ്പോഴേക്ക് പുഴയിലൂടെ കുപ്പികളും പ്ലാസ്റ്റിക് സഞ്ചികളും ഒഴുകി വരുന്നത് എന്തേ? പ്രകൃതിയോടും ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത നഷ്ടപ്പെട്ടു പോയതാ. അതുകൊണ്ടാണ് ആ ആർദ്രതയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ നിങ്ങൾ 1000 നോട്ടീസ് അടിച്ചിട്ട് കാര്യമില്ല.